നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ 100-ലധികം മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് സഹകരണ ബാങ്ക് LIC എന്നുള്ളതാണ് ശരിയല്ലാത്തത്. LIC എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാന സ്ഥാപനമാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ബാക്കി ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണ്. ബാങ്കുകളുടെ ബാങ്ക് RBI, വാണിജ്യ ബാങ്ക് SBI, പുതുതലമുറ ബാങ്കിന് ഉദാഹരണമാണ് ICICI. സഹകരണ ബാങ്കുകളുടെ പ്രധാന പ്രവർത്തന തത്വം എന്താണ്? SCERTയിൽ കൊടുത്തിട്ടുണ്ട്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. ഇനി വാണിജ്യ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ബാങ്കുകളാണ് വാണിജ്യ ബാങ്ക്. വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാ? വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ എന്നിവയാണ്. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ എന്നിവയാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം. അപ്പോൾ ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാണിജ്യ ബാങ്കാണ്. വാണിജ്യ ബാങ്ക്. ഓപ്ഷൻ സി, പുതുതലമുറ ബാങ്ക് അല്ലെങ്കിൽ പുത്തൻ തലമുറ ബാങ്ക്. അതിന് ഉദാഹരണമാണ് ICICI, HDFC മുതലായവ. അതായത് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 3-ാം ഘട്ട വികസന ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പുതുതലമുറ ബാങ്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ LIC പറഞ്ഞു. LIC ഇൻഷുറൻസ് സ്ഥാപനമാണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ വ്യക്തിയുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. വർഷം 1818. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ്, OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫുൾ സിലബസ് കവർ ചെയ്ത് SCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഫുൾ സിലബസ് കവർ ചെയ്ത് ഫോൾഡർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ പാക്കേജ് ഞങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ തുച്ഛമായ ഫീസ് മാത്രമേ ഉള്ളൂ. LDC ട്രിവാൻഡ്രത്തിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കോഴ്സ് പ്രയോജനപ്പെടും. ഡിസംബർ 31 വരെ കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ LDCക്ക് മാത്രമല്ല ഈ വർഷം വരുന്ന എല്ലാ പരീക്ഷകൾക്കും ആ ഒരു കോഴ്സ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഖാദി ബോർഡ് LDC വരുന്നുണ്ട്, LGS വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രിലിംസും മെയിൻസും എല്ലാം കൂടി കവർ ചെയ്തിട്ടാണ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് ക്ലാസ് ഇട്ടിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ട് എല്ലാ പോർഷൻസും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തന്നേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പ് വഴി ക്ലിയർ ചെയ്യാനും എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഹർഷിതം എഡ്യൂടെക്കിലാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അവസരം കളയരുത്, പരമാവധി പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഇനി RBI, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ആണ് RBI ആക്ട്. ഇന്ത്യയിൽ RBI പ്രവർത്തനം ആരംഭിച്ചത് എന്നു മുതലാണ്? 1935 ഏപ്രിൽ മാസം 1 മുതൽ. 1935 ഏപ്രിൽ മാസം 1 മുതലാണ് RBI പ്രവർത്തനം ആരംഭിച്ചത്. റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ: നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് RBI ആണ്.
അപ്പോൾ ഓർക്കുക, നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ഇതൊക്കെ ആരാണ്? RBI ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? RBI ആണ്. RBI ആണ് നോട്ട് അച്ചടിച്ചിറക്കുന്നത് എന്ന് പറഞ്ഞു. 1 രൂപ നോട്ട് ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. 1 രൂപ നോട്ട് ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാ? RBI രൂപീകരിക്കാൻ കാരണമായ കമ്മീഷന്റെ പേരെന്ത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പൊ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപം കൊണ്ട ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ RBI ബാങ്ക് ആണ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാ? ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ തന്നെ എന്തുമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഇവിടെ ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് ഗതാഗതം, മത്സ്യബന്ധനം, നിർമ്മാണം. ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് മേഖലകളാണ്, വിവിധ സാമ്പത്തിക മേഖലകൾ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗതാഗതം ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ്. മത്സ്യബന്ധനം ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ്. നിർമ്മാണം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ്. നിർമ്മാണം, ഇതിനു മുന്നത്തെ ഒരു ചോദ്യപേപ്പറിലും PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിർമ്മാണം എന്തിന്റെ ഭാഗമാണ്? നിർമ്മാണം ദ്വിതീയ മേഖലയുടെ ഭാഗമാണ്. അപ്പൊ ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഒക്കെ ഉൾപ്പെടുന്നത് ഏതിനകത്താ? ദ്വിതീയ മേഖലയിലാണ്. പ്രാഥമിക മേഖല എന്ന് പറയുമ്പം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ മത്സ്യബന്ധനം അതൊരു തരത്തിലുള്ള കൃഷിയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ഖനനം എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ഖനനം ഏത് മേഖല? പ്രാഥമിക മേഖലയാണ്. മത്സ്യബന്ധനം ഏത് മേഖല? പ്രാഥമിക മേഖല. വനപരിപാലനം ഏത് മേഖല? പ്രാഥമിക മേഖല. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യാപാരം. ഓർക്കുക, വ്യവസായം ദ്വിതീയ മേഖലയാണ്, വ്യാപാരം തൃതീയ മേഖലയാണ്. അപ്പോൾ വ്യാപാരം, ഗതാഗതം, ബാങ്കിങ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം ഇവയൊക്കെ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? തൃതീയ മേഖല. ഇപ്പൊ സമ്പദ്ഘടനയെ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളെയാണ് പ്രധാനമായിട്ടും പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല. ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല. തൃതീയ മേഖലയുടെ മറ്റൊരു പേരാണ് സേവന മേഖല. അപ്പൊ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏതാ? പ്രാഥമിക മേഖലയാണ്. അതായത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലയാണ് പ്രാഥമിക മേഖല. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോഴത്തേക്കും വ്യവസായമാണ്. അതായത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതാ? ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ ആണ്. വ്യവസായത്തിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇത് ഏത് മേഖല എന്നറിയപ്പെടുന്നു? വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. തൃതീയ മേഖലയാണ് സേവന മേഖല, സർവീസ് സെക്ടർ. അതായത് പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി പ്രസ്താവനകൾ ശരി. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹ ധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അലോഹ ധാതുക്കളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപാദനമാണ്. അപ്പൊ അലോഹധാതുക്കളും ഉണ്ട്, ലോഹധാതുക്കളും ഉണ്ട്. ലോഹധാതുക്കൾ എന്നാൽ ലോഹങ്ങളുടെ സ്രോതസ്സിനെയാണ് ലോഹധാതുക്കൾ എന്ന് പറയുന്നത്. അലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ അത് ധാതു ഇന്ധനങ്ങൾ ആണ്. ഉദാഹരണം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം മുതലായവ. ഈ ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് തെറ്റിയത്? അലോഹധാതുക്കൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അവിടെ വരേണ്ടത് ലോഹധാതുക്കൾ
ഏറെയും കാണപ്പെടുന്ന മേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ ലോഹധാതുക്കളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ ധാതുക്കളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും. SCERT ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കൾ. ലോഹധാതുക്കളെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം, ഇരുമ്പിന്റെ അംശമുള്ളവ എന്നും ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്നും. അലോഹധാതുക്കളെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം, ഇന്ധനധാതുക്കളെന്നും മറ്റ് അലോഹധാതുക്കളെന്നും. അപ്പൊ ഇന്ധനധാതുക്കളിൽ വരുന്നതാണ് ഈ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. മറ്റ് അലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് അഭ്രം, ഗ്രാഫൈറ്റ് മുതലായവ. അഭ്രം, ഗ്രാഫൈറ്റ് മുതലായവ. അപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അലോഹധാതുക്കളിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? മൈക്ക അഥവാ അഭ്രം. ഓക്കെ. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ മൈക്ക ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ശരിയല്ലാത്തത് ബി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് തെറ്റാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് എന്നതാണ് കറക്റ്റ്. 2015 ജനുവരി മാസം 1-ാം തീയതിയാണ് രൂപീകൃതമായത്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. അപ്പൊ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണെന്നുള്ള കാര്യം ഓർക്കുക. നീതി എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ CEO ആര്? സിന്ധുശ്രീ ഖുള്ളറാണ് ആദ്യ CEO. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ CEO. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ K ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്നത് പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവയാണ്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഇത് 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ചാണ്. നെല്ലുൽപാദനത്തിൽ അല്ലെങ്കിൽ അരിയുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഗോതമ്പ് ഉൽപാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ഗോതമ്പ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. 2021-22 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരമാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ഗോതമ്പ്. ചണം പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ. ചണം ഉൽപാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനം പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ. പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ. പരുത്തി ഉൽപാദനം ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന. ഓക്കെ. പക്ഷെ PSC കൊടുത്തത് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്ര എന്നാണ്. പക്ഷെ 2021-22 ഈ സ്ഥിതിവിവര കണക്ക് പ്രകാരം ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന. എന്നാൽ PSC കൊടുത്ത ഉത്തരം എന്താണ്? മഹാരാഷ്ട്ര എന്നതാണ്. മഹാരാഷ്ട്ര. ഓക്കെ. കരിമ്പ് ഉൽപാദനം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. കരിമ്പ് ഉൽപാദനത്തിൽ ആദ്യ 3 സ്ഥാനം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. ഓർക്കുക. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 16 എന്താ ആർട്ടിക്കിൾ 16? രാഷ്ട്രത്തിന്റെ പൊതുജോലികളിലും നിയമനങ്ങളിലും പൗരന്മാർക്ക് അവരുടെ വംശം, ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം, താമസ സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 16. എന്താ ആർട്ടിക്കിൾ 14? നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 18 എന്താ?
പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ടൈറ്റിൽസ്, പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അതാണ് അനുച്ഛേദം 18. എന്താ അനുച്ഛേദം 20? ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ഏത്? അനുച്ഛേദം 20. അനുച്ഛേദം 20. അപ്പൊ 4 ഓപ്ഷൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസിൽ നിന്നാണ് റാഫേൽ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത്. ഇപ്പൊ റാഫേൽ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയതിന് പിന്നിൽ ഒരു കരാറുണ്ട്. 2016 സെപ്റ്റംബർ മാസം ഒപ്പിട്ട കരാർ. അങ്ങനെ ഈ കരാറ് പ്രകാരം 36 റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്ക് കിട്ടിയത്. 36ാമത്തെ റാഫേൽ യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് എത്തിയത് 2022 ഡിസംബർ മാസം 15-നാണ്. 2022 ഡിസംബർ മാസം 15. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്തത്. 100-ൽ കൂടുതൽ മുൻവർഷ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.